അനന്തമായ ശക്തിയുടെ ഉറവിടമാണ് താനെന്നറിഞ്ഞാൽ പിന്നീട് നമുക്ക് ജീവിതത്തിൽ എവിടെയും പ്രതിബന്ധങ്ങളെ അതിജീവിക്കാൻ കഴിയും. കാരണം അവർക്ക് പ്രതിബന്ധങ്ങൾ ഏതും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. നമ്മൾ ലോകത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാരാകട്ടെ, മറ്റുള്ള പണക്കാരന്മാരാകട്ടെ, രാഷ്ട്രീയക്കാരാകട്ടെ ധാരാളം പ്രതിബന്ധങ്ങളുണ്ടാകും. അവരൊക്കെ അന്നങ്ങനെ തളർന്നിരുന്നെങ്കിൽ ഇന്ന് പേരുകെട്ട ശാസ്ത്രജ്ഞനാകത്തില്ല, പേരുകെട്ട ബിസിനസ്സുകാരാകത്തില്ല. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം മക്കളോട് അതുകൊണ്ട് ഇതൊന്നും ഓർത്ത് മക്കൾ തളരരുത്. സ്വന്തം കർമ്മത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ദോഷം കൊണ്ട് പുണ്യമായതിനെയെല്ലാം മനുഷ്യൻ പാവമാക്കി മാറ്റുകയാണ്. അനുഗ്രഹങ്ങളെല്ലാം അവൻ നിഗ്രഹിച്ചൊടുക്കുകയാണ്. കർമ്മ നിയമം അനുസരിച്ച് നമുക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ നമ്മുടേതായ ഒരു പങ്കുകൂടി ഉണ്ടായിരിക്കും. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളുടെയും സങ്കല്പങ്ങളുടെയും മുൻധാരണകളുടെയും ഭാവനാ ലോകത്തിലാണ് നമ്മളെപ്പോഴും ജീവിക്കുന്നത്. അതുകൊണ്ട് ഒന്നിനെയും അതിന് യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ കാണുന്നത്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ പറയുന്നതല്ല, നമുക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളത് മാത്രമായിരിക്കും നമ്മൾ കേൾക്കുന്നത്. റോസാപ്പൂ തേടി പോകുന്നവർക്ക് ആ പുഷ്പം കിട്ടും, അതല്ല അതിൻ്റെ മുള്ളു തേടിപ്പോയാൽ മുള്ളു മാത്രമേ കിട്ടൂ. എന്തുകൊണ്ട് പുഷ്പത്തെ കാണാതിരിക്കുകയും മുള്ളിനെ മാത്രമേ കാണുകയും ചെയ്യുന്നത്? കറുപ്പിൻ്റെ പുറകെ പോയാൽ അതിലേ കിട്ടുള്ളൂ, വെളുപ്പ് കിട്ടിയില്ലല്ലോ. കറുപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വെളുപ്പ് കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ലല്ലോ. നന്മ തേടാതെ തിന്മയേടി പോകുന്ന മനസ്സിൻ്റെ ഈ സ്വഭാവത്തെയാണ് ദൃഷ്ടിദോഷമെന്ന് ശാസ്ത്രം പറയുന്നത്. ആ ദൃഷ്ടിദോഷം അകറ്റണം.